IPL എത്തുന്നതിന് മുന്നേ തന്നെ പരിക്ക് ടീമുകൾക്ക് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പല ടീമിലെയും ഇമ്പോർട്ടന്റ് ആയ താരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ഇതുവരെ പുറത്തായ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. പാറ്റ് കമ്മിൻസ്, ഹേസൽവുഡ്, മദീഷ പതിരാന, ലോക്കി ഫർഗൂസൺ, ബൈനഡു ഹസരംഗ തുടങ്ങി 6 താരങ്ങൾ നിലവിൽ പരിക്ക് മൂലം റീഹാബിലാണ്. ഇവർ എന്നു മുതൽ അവൈലബിൾ ആകുമെന്ന കാര്യം വ്യക്തമല്ല. IPLന്റെ തുടക്ക മത്സരങ്ങൾ ഇവർക്കെല്ലാം നഷ്ടപ്പെടും എന്നാണ് നിലവിൽ കാണുന്നത്. കമ്മിൻസിന്റെ പകരക്കാരനായി തുടക്ക മത്സരങ്ങളിൽ ഇഷാനെ ഹൈദരാബാദ് ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊപ്പം മിച്ചൽ സ്റ്റാർക്കും IPLന്റെ തുടക്കത്തിലേക്ക് ഉണ്ടാകില്ല എന്നാണ് കാണുന്നത്. CSKയ്ക്ക് ഒരു വലിയ തിരിച്ചടിയായി നഥാൻ എല്ലിസ് ഈ IPLന്റെ പുറത്തേക്ക് പോയിട്ടുണ്ട്. പതിരാനിക്ക് പകരം ഡെത്ത് ബോളിംഗ് ഓപ്ഷനായി എല്ലിസിനെയായിരുന്നു CSK റീറ്റെയിൻ ചെയ്തത്. ബട്ട് എല്ലിസ് ഇപ്പോൾ റൂൾ ഔട്ട് ആയതോടെ ഓൾറെഡി ആവറേജ് ആയിരുന്ന CSK ബോളിംഗ് നന്നായി വീക്കായിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടാകുമെന്ന് CSK ഇന്നലെ പറഞ്ഞിരുന്നു. സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ ഓട്ടണിൽ ബാറ്റ്മാൻ എന്നിവരുടെ പേരാണ് റീപ്ലേസ്മെന്റായി ഉയർന്നു കേൾക്കുന്നത്. CSKയിൽ നിന്നും രാജസ്ഥാനിലേക്ക് ട്രേഡായ സാം കർണും ടൂർണമെന്റിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഗ്രോയിൻ ഇഞ്ചുറിയാണ് കർണെ പുറത്തേക്ക് കൊണ്ടുപോയത്. റീപ്ലേസ്മെന്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനെപ്പറ്റി രാജസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹൈദരാബാദ് ഇത്തവണ 3 കോടി രൂപയ്ക്കടുത്ത ജാക്ക് എഡ്വേർഡ്സ് എന്ന ഓസ്ട്രേലിയൻ യുവതാരമാണ് പുറത്തേക്ക് പോയിരിക്കുന്ന 3ാമത്തെ താരം. ബട്ട് റീപ്ലേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ല. T20 വേൾഡ് കപ്പിന്റെ പരിശീലന മത്സരത്തിൽ പരിക്ക് പറ്റിയ ഹർഷിത് റാണയാണ് പുറത്തേക്ക് പോയിരിക്കുന്ന മറ്റൊരു താരം. ഹർഷിത് ആയിരുന്നു ടൂർണമെന്റിൽ നിന്നും ഏറ്റവും ആദ്യം റൂൾ ഔട്ട് ആയത്. താരത്തിന് പകരം ഒരു റീപ്ലേസ്മെന്റ് നടത്തുമോ എന്ന കാര്യം വ്യക്തമല്ല.